ഡേ നീ നമ്മുടെ പഴയ കാലത്തെ കുറിച്ച് ഓർത്ത് കരയാറുണ്ടോ? പഴയ കാലത്തിനെ കുറിച്ചാണ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഇനിയുള്ള സന്തോഷമൊന്നും നമുക്കിനി കിട്ടില്ലല്ലോ. ആടാ അത് അത്യാവശ്യം സങ്കടം വരുന്നുണ്ട്. അതാ ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഇവിടെ നിന്നൊക്കെ എന്തോരം നീന്തി കളിച്ചിട്ടുള്ളതെന്ന്. ശരിയായിരുന്നടാ, നമ്മൾ പണ്ട് സ്കൂളും വിട്ട് വന്ന് ഇവിടെ നിന്ന് എത്ര കാലം നീന്തി കളിച്ചിട്ടുണ്ട്. അന്ന് പക്ഷെ നമ്മൾ മാത്രമേ ഇരുന്നില്ല, നമ്മളിവിടെ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നാട് വിട്ടുപോയി. ശരിയാ, അവരൊന്നും ഇല്ലാത്തപ്പോൾ ഒരു സുഖമില്ല. ഇപ്പോൾ നീന്തി കളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ മുള്ളി വെച്ചിട്ടുണ്ടാ? തുടങ്ങി ഇവൻ്റെ വർത്താനം. എടാ, ഒന്നുമില്ലെങ്കിൽ ഇത് ഇത്രയും ആൾക്കാർ കുളിക്കുന്ന കുളമല്ലേ? അതിനെന്നോ? എടാ നമ്മൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കുളിക്കുന്ന സ്ഥലത്താണ് മുള്ളി വയ്ക്കുന്നത്. മൂടും പോയി. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ കരിങ്കല്ലിൻ്റെ മുള്ളിരിക്കരുതെന്ന്. കുറച്ചുകൊണ്ട് ഉച്ചിന്ന് സൂര്യപ്രകാശം വന്ന് അടിച്ച കല്ലാണത്. നിന്റെ ചന്തി നോക്ക്, ചുട്ട അൽഫാം പോലെ ആയിട്ടുണ്ടാവും. എടാ, വല്ലതോടത്ത് തിരികട അവൻ്റെ വായല്. ഇമാതിരി വർത്താനല്ലാണ്ട് വരില്ല. എൻ്റെ പൊന്നടയൊന്നും മിണ്ടാടുക്ക് കുറച്ച് നേരം. എടാ, സമയം എത്രയും? എടാ, 5:45. അയ്യോ, എങ്ങോട്ടെ അറിയുന്നുണ്ട്. എടുക്കണില്ലെങ്കിൽ ആ ചേച്ചി പറയും. പോവുകയാണോ? ഞാൻ പോവുകയാണ്. എടാ, ഞാനും വരിക. നീ ഇപ്പൊ തന്നെ വരണ്ട. നീ കുറച്ചു നേരം അവനെ കമ്പനി കൊടുക്ക്. ഞാൻ പോയിട്ട് നാളെ വരാം. അളിയാ, പറ. പശു ചാണകം ഇടുമ്പോ അതിന്റെ വാല് പൊക്കുന്ന എന്തുകൊണ്ടാന്ന് അറിയോ? അറിയില്ല. ഞാൻ പറഞ്ഞ, അതായത് ഈ പശു അപ്പിടുമ്പോൾ, അതായത് ചന്തി വഴിയാണല്ലോ അപ്പിടുക. അപ്പോൾ അപ്പിടുമ്പോൾ ആ അപ്പി വാലിലാവരുത് എന്ന് വിചാരിച്ച് വാല് പൊക്കി. പോന്നപ്പോ ഇതൊന്നും വേറെ ആരും പറഞ്ഞില്ല കേട്ടാ. കുറച്ച് ലോക വിവരം വേണം.